Happy morning to all. സ്നേഹപൂർവ്വം അനുഗ്രഹീതമായി പ്രഭാതത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസം. സന്തോഷം. ഇന്നലെ നിങ്ങൾ ചാറ്റ് ബോക്സ് എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും. വ്യാസൻ സാർ ഇട്ടിരുന്ന ഒരു മെസ്സേജ്. താങ്ക് യു വ്യാസൻ സാർ. അപ്പൊ അങ്ങനെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ദിനത്തിലേക്ക് ഒത്തിരി സന്തോഷത്തോടുകൂടി എല്ലാവരും ക്ഷണിക്കുന്നു. ഇന്ന് വി ബെസ്റ്റ് ഡേ 1024-ാം ദിനം. അതാണ് പ്രത്യേകത. ഒപ്പം ഇന്ദു ടീച്ചറും ലിസി ടീച്ചറൊക്കെ ഇന്നലെ തന്നെ ഇട്ടിരുന്നു ബഷീർ അനുസ്മരണ ദിനാണ്. സന്തോഷം. ഓക്കെ, അപ്പോ അങ്ങനെ പ്രത്യേകതകൾ ഒരുപാടുള്ള ഈ ദിനത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒപ്പം നമ്മളുടെ വീൽ ഓഫ് ലൈഫ് ഇപ്പൊ എത്രത്തോളം ബാലൻസ്ഡ് ആണ് എന്ന് തിരിച്ചറിയുന്നതിനാണ് നമ്മൾ ഇന്ന് വരകളെ ഇങ്ങനെ ഡോട്ട് 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 ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യും. അപ്പൊ നമുക്കറിയാം നമുക്ക് ഏത് ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. 8 കാര്യങ്ങളിൽ എവിടെയാണ് എനിക്ക് കൂടുതൽ ഗോൾ സെറ്റ് ചെയ്ത് ഊർജ്ജസ്വലതയോടുകൂടി വളരെ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനും കൂടിയാണ്. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള സ്പെഷ്യൽ ഡേ ആണ്. മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാം. ഐസക് സർ പറഞ്ഞതുപോലെ വി ബെസ്റ്റിന് സമയത്തിന്റെ പരിമിതികളോ രാജ്യങ്ങളുടേതോ ഒന്നുമില്ല. ഇന്നൊരു ആള് കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ജെയിനി US നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പൊ സമയം വൈകിട്ട് 7 മണിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുന്നു. അതുപോലെ തന്നെ നായർ സാബ് ജമ്മുവിലേക്ക് എത്തുന്നു. അവിടെയും നേരം വെളുത്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പല വ്യത്യാസങ്ങൾ. നമുക്ക് ഒരു സമയത്തിന് വിലയില്ല എന്ന് ഇപ്പൊ ഐസക് സാർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതിന് ഒരു ബാരിയർ ആയിട്ട് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ദിനങ്ങൾ പോകുന്നു. സന്തോഷം. സജീഷ് നെന്മാറ സാർ. ഐസക് ജോസ് കുര്യൻ സാർ എന്തെങ്കിലും ഓർപ്പിക്കാനാണോ ഇന്നത്തെ പ്രത്യേകത? സർ, ഇന്ന് നമ്മളുടെ 3-ാം വർഷത്തിലെ 300-ാമത്തെ ദിവസമാണ്. 66 ദിവസങ്ങൾ മാത്രം. ലീപ് ഇയർ ആയിരുന്നല്ലോ. താങ്ക് യു ജോസ് കുര്യൻ സാർ. സജീഷ് നെന്മാറ സാർ. താങ്ക് യു സാർ. താങ്ക് യു. ബൈജു സാർ, ഐസക് സാർ, ജോയ് സാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, മറ്റെല്ലാ ഹൃദയബന്ധുക്കൾക്കും സുപ്രഭാതം. നായർ സാബ് യാത്ര ചെയ്ത് പഞ്ചാബിലെത്തി. പഞ്ചാബിൽ ഒരു സർദാർജി നേരത്തെ ഒരു പണി ചെയ്യുകയായിരുന്നു. അതായത് അദ്ദേഹം പുറത്തു പോകുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിട്ട് പോകും. അകത്തിരിക്കുമ്പോൾ വാതിൽ പൂട്ടും. അപ്പൊ അയാളെ വിളിച്ചിരുന്ന മണ്ടൻ സർദാർജി എന്നായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരാൾ ചോദിച്ചു, അല്ല സർദാർജി, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരാണ് കാണിക്കുന്നത്? നിങ്ങൾ പുറത്തു പോകുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിട്ടും അകത്തിരിക്കുമ്പോൾ വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. സാധാരണ തിരിച്ചല്ലേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അകത്തിരിക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെടാതെ എനിക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ പൂട്ടുന്നത്. പുറത്തു പോകുമ്പോൾ അത് കുഴപ്പമില്ല. അങ്ങനെ ഒരു സാധനം അതെന്താ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ. അതാണ് ഇന്നലെ സാറ് പറഞ്ഞു വെച്ചത്. നമ്മൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമൊക്കെ ഇങ്ങനെ ചെലവാക്കുമ്പോൾ നമ്മളെ എന്താണ്, നമ്മുടെ വില എന്താണ്, നമ്മളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല. അപ്പൊ സർദാർജിയുടെ വഴി ഇതായിരുന്നു, അകത്തിരിക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് ആരും മോഷ്ടിക്കാതിരിക്കാനും ബുദ്ധിമുട്ടിക്കാതിരിക്കാനും പൂട്ടും. പുറത്തു പോകുമ്പോൾ വിലപ്പെട്ട സാധനം പുറത്തു പോകുന്നതുകൊണ്ട് തുറന്നിട്ടിട്ട് പോകും എന്നതാണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ച് കരിയറിനെ സംബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എന്താണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങി വെച്ചു. ചക്രം കറങ്ങുമോ അതോ കറക്കണോ, അതോ പഞ്ചറായോ എന്നൊക്കെ, അതോ ടയർ മാറ്റേണ്ടി വരുമോ എന്നൊക്കെ പരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്ന്. 1024-ാം ദിനം, മനോഹരമായ ദിവസം. അതോടൊപ്പം തന്നെ 300-ാം ദിവസം, 3-ാമത്തെ വർഷത്തിലെ 300-ാം ദിവസം, എല്ലാം ബഷീർ ദിനം, എല്ലാം കൊണ്ടും നല്ല സമൃദ്ധമായ ഒരു ദിനമാണ് ഇന്ന് ആരംഭിക്കുന്നതിന് പ്രാർത്ഥന. ശ്രീപ്രിയ. കേൾക്കുന്നില്ലേ ശ്രീപ്രിയ ജി? ഓക്കെ. ക്യാമറ ഓഫ് ആണ്. ക്യാമറ ഓഫ് ആക്കിയതാണ്. ക്ലിയർ ശരി. നെറ്റ് ഓക്കെ പ്ലീസ്.
കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. അറിവിന്റെ പൂക്കൾ നിൻ പദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങും. വിജ്ഞാനദീപം നിറകതിർ ചൂടാൻ നേരിന്റെ പാത തെളിക്കേണമേ നീ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. ഇന്ന് സ്വാഗതം സോമേട്ടനാണ്. സോമേട്ടൻ. താങ്ക് യു സജീഷ് ജി. ടൈം ഈസ് പ്രീഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ് എന്നാണ് നമ്മുടെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ പെട്ടെന്ന് കിടക്കുകയാണ്. വീണ്ടും നല്ലൊരു ദിവസം നമുക്ക് സമ്മാനിച്ച ആ സർവേശ്വരനോടും പ്രപഞ്ച ശക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട്, സന്തോഷം എനിക്ക് മാത്രമല്ല എൻ്റെ ചുറ്റുള്ള മറ്റുള്ളവർക്കും കൂടി കൂടുതൽ ലഭിക്കണമെന്ന ചിന്തയോടുകൂടി നമ്മുടെ ഗുരുനാഥൻ വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളെ എല്ലാവരെയും ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ ബൈജു പം സാറിന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഡെൻസി മാം, തീർച്ചയായിട്ടും മാമിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. ഡെൻസി മാമിനെയും പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. വി ബെസ്റ്റിൻ്റെ ഒരു ചട്ടക്കൂട് തന്നെ നോക്കൂ. വളരെയേറെ കോർട്ടീം അംഗങ്ങളായിട്ട് 3 പേര് കൂടി ചേർത്ത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടുള്ള അവരുടേതായിട്ടുള്ള ഈ പല തീരുമാനങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വളരെയേറെ മുതൽക്കൂട്ടാവുന്നുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. കോർട്ടീം അംഗങ്ങളായിട്ടുള്ള ശ്രീ ഐസക് എബ്രഹാം സാർ, ജോയ് ജോൺ സാർ, സജീഷ് ജി, എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഐക്കണായിട്ടുള്ള ശ്രീ നായർ സാർ, ജോസ് കുര്യൻ സാർ, അവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദയബന്ധുക്കളായിട്ടുള്ള സകല എല്ലാ നമ്മുടെ സുഹൃത്തുക്കളെയും ഹൃദയബന്ധുക്കളെയും, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയബന്ധുക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ ഇന്നത്തെ ഗസ്റ്റായിട്ടുള്ള നമ്മുടെ പഴയ വി ബെസ്റ്റ് അംഗം കൂടിയായിട്ടുള്ള ജൈനി മാം, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സമയക്കുറവ് കൊണ്ട് വളരെ ചുരുക്കിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഇന്നത്തെ കോട്ടിലാണ്: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ പലതും നേടാനുണ്ട്. സോ തിങ്ക് ആൻഡ് സ്മൈൽ. താങ്ക് യു. താങ്ക് യു സോമേട്ട. തുടക്കവും ഒടുക്കവും ഗംഭീരം. ടൈം ഈസ് പ്രഷ്യസ്. അതുകൊണ്ട് നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലെ ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഓവർ ടു ബൈജു സാർ. Thank you, Sajeesh Nenmara sir. Thank you so much. Beautiful prayer, Sri Priyaji, and മനോഹരമായ സൗഞ്ചി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഉണർന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇരിക്കും. താങ്ക് യു സൗഞ്ചി, താങ്ക് യു. ഇന്നലെ നമ്മൾ കണ്ടുവച്ച കാര്യങ്ങളിൽ കൺക്ലൂഷനിലേക്ക്, അതിൻ്റെതായിട്ടുള്ള ഒരു കരിയർ ഓപ്ഷന്റെ ലാസ്റ്റിലേക്ക് പോകുന്നു. ഇന്ന് ബെസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു 2024 പ്രത്യേകത വളരെ വലുതാണ്. അതുപോലെ ഇന്നത്തെ ഡേ എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ധന്യത തരുന്ന നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന് നമ്മുടെ പുതിയ ബാച്ചിന്റെ 5ാം ദിനമാണ്. നമ്മൾ ഇന്നലെ എഴുതി തുടങ്ങിയ കാര്യങ്ങളുടെ കൺക്ലൂഷൻ. അതിന് മുമ്പ് കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോട്ട് കൂടി നമുക്ക് കേൾക്കാം. ഇത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെതാണ്. അതിങ്ങനെ: ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചുപോയവർക്കോ ഇനി ജനിക്കാനിരിക്കുന്നവർക്കോ ഒട്ടും മെച്ചപ്പെടുത്തി ചെയ്യാനാവാത്ത രീതിയിൽ വേണം ഒരാൾ തൻ്റെ തൊഴിൽ ചെയ്യാൻ. നമുക്ക് ചിന്തിക്കാം. നമ്മളെ ഓരോരുത്തരെയും എടുത്തുകൊണ്ട് പിക്ചർ നിങ്ങൾക്ക് പ്രശസ്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന പിക്ചറാണ്, കണ്ടിട്ടുള്ളതാണ്.
അപ്പോൾ ഈ പിക്ചർ മൊണാലിസ നമുക്കറിയാം, ഏതൊരു കുഞ്ഞിനെ കാണിച്ചാലും ഈ പിക്ചർ അത്ര പ്രശസ്തമാണ്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോ ചെയ്യുന്ന തൊഴിൽ ഇനി വരാനിരിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരാൾക്കോ മെച്ചപ്പെടുത്തി അതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നമ്മുടെ തൊഴിൽ. അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്താണ് ആ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്? ചർച്ച കുറച്ച് സമയം കൂടുതലെടുക്കും. അതുപോലെ തന്നെ അനുസ്മരണം, ഇതിന് നമുക്ക് ബഷീർ, നമുക്ക് കുറെ അധികം കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ എപ്പോഴും എടുത്ത് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു അനുസ്മരണം എന്നുള്ള രീതിയിൽ 2 വാക്ക് പറഞ്ഞാൽ അത് ഉചിതമാകും തോന്നുന്നു. അതുകൊണ്ട് സമയക്കുറവുണ്ട്. നമുക്ക് ലിസി ടീച്ചർ, ഇന്നലെ ആദ്യം ലിസി ടീച്ചറാണ് ഓർമ്മിപ്പിച്ചത്. എന്തായാലും ലിസി ടീച്ചറുടെ കയ്യിൽ കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ജനകീയനായ ഒരു കഥ. മൈക്ക് മ്യൂട്ടായി പോയോ? മ്യൂട്ടായി പോയി. ഒരു മിനിറ്റ്. ഓക്കെ, സോറി, ഇവിടെ പോയതാ. ശരി, കറക്റ്റ്. സ്വാതന്ത്ര്യ സമര രംഗത്തും ഒക്കെ പ്രവർത്തിച്ചിരുന്നു. വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്, ബാക്കി ആരെങ്കിലും ഒക്കെ സംസാരിക്കുമല്ലോ. അപ്പോ അങ്ങനെ ജനകീയനായി എല്ലാ രംഗത്തും വളരെ നാടുകൾ മുഴുവൻ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തും കൊണ്ട് അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചിരുന്നു. വിവാഹം കുറച്ച് വൈകിയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെ എഴുത്ത് എന്ന് പറയുന്നത് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കഥയിൽ പറയുന്നുണ്ട്. അദ്ദേഹം അനുജൻ വ്യാകരണമൊക്കെ അറിയാവുന്ന അനുജൻ കളിയാക്കി, ഇങ്ങനെയാണോ ഒരു വ്യാകരണമൊന്നുമില്ലാതെ എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന മാതിരി, സംസാരിക്കുന്ന മാതിരിയാണ് എഴുതുന്നത്, വ്യാകരണമൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ജനകീയനായി. പിന്നീട് കോഴിക്കോട്ടേക്ക് താമസം മാറ്റുകയും പിന്നെ ഫാബി ബഷീർ അദ്ദേഹത്തിന്റെ ഭാര്യയായി വരികയും 2 മക്കളുടെ അച്ഛനാവുകയും അവിടെ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ചെയ്തു. ജൂലൈ വർഷം എനിക്ക് ഓർമ്മയില്ല, ജൂലൈ 5-നാണല്ലോ അന്തരിച്ചത്. അപ്പൊ അങ്ങനെ ഇന്ന് അദ്ദേഹത്തിന്റെ ചരമദിനമായി മാറുകയും ചെയ്തു. ഇത്രയേറെ പ്രിയപ്പെട്ട ഒരു സാഹിത്യകാരന്, ഒരു കഥാകാരന് വളരെയധികം പ്രണാമം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അടുത്തത് നമുക്ക് ഏറ്റവും മറ്റൊരു ഇതുണ്ട്, ഇന്ദു ടീച്ചർക്ക് എന്തെങ്കിലും പറയാതിരുന്നാൽ ഭയങ്കര വിഷമമാവും. അതുകൊണ്ട് 2 ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ദു ടീച്ചർ പ്ലീസ്. ക്യാമറ ചെറിയ. 1900 സാർ, ഒരു ജസ്റ്റ് ഒന്ന് ഞാൻ ഓഫാക്കിയതാണ്. 1994 അദ്ദേഹം അന്തരിച്ചത്. അഗാധമായ കരുണരസത്തെ ഉദാരമായ നർമ്മബോധത്തിൽ വിലയിപ്പിക്കാൻ കഴിഞ്ഞ അനശ്വര പ്രതിഭ തന്നെയാണ് വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എപ്പോഴും പറയായിരുന്നു, അനന്തമായ പ്രാർത്ഥനയാണ് ജീവിതം എന്ന് പറയായിരുന്നു അദ്ദേഹം. എങ്കിലും അദ്ദേഹം ഒരിക്കലും ആരാധനാലയങ്ങളിൽ പോകാറില്ലായിരുന്നു. പക്ഷെ വെള്ളം കിട്ടാതെ വാടിക്കിടക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നതും വഴിയിലെ മുള്ളെടുത്ത് മാറ്റുക എന്നതുമാണ് നന്മ എന്നുറച്ചു വിശ്വസിച്ചിരുന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അനുഭവങ്ങളുടെ വെയിലും മഴയും നനഞ്ഞ് നർമ്മത്തെ കൊണ്ട് സമൂഹ തിന്മകൾക്കെതിരെ തൂലിക ചലിപ്പിച്ച വിശ്വ കഥാകാരൻ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും നിഘണ്ടുവിൽ തപ്പിയാൽ കിട്ടുകയില്ല. ഇത് തന്നെയാണ് ബഷീർ സാഹിത്യത്തിന്റെ പ്രത്യേകത. ചിരിയും അതോടൊപ്പം ചിന്തയും ഒരുമിച്ച് പകർത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം. ഏത് തരത്തിലും ഏത് പ്രായത്തിലുമുള്ള ആൾക്കാരോട് സംവദിക്കാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പിന്നെ താഴെ തട്ടിലെ പദങ്ങളൊക്കെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ എഴുത്ത് വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരുന്നു. അതുപോലെ
ഏറ്റവും കൂടുതൽ കരഞ്ഞതും ഞാനായിരുന്നു. കാരണം എൻ്റെ അനുഭവങ്ങളായിരുന്നു അതൊക്കെ എന്ന് അദ്ദേഹം എപ്പോഴും പറയായിരുന്നു. മഴ എനിക്ക് പെരുത്തിഷ്ടമാണ്. മഴയിൽ നടക്കുമ്പോൾ എൻ്റെ കണ്ണീര് ആരും കാണില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഉണ്ട്, അതൊക്കെ പറയുമായിരിക്കുമല്ലോ സാർ അല്ലേ? ഓക്കെ, ഇല്ല. താങ്ക് യു. അദ്ദേഹത്തിന്റെ ഓക്കെ, താങ്ക് യു. മുമ്പിൽ നടത്തുന്നു. താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ അനുസ്മരണം നമുക്കിങ്ങനെ ഇനി വാക്കുകളിലും ഗ്രൂപ്പുകളിലൂടെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഡേ നമ്മൾ വി ബെസ്റ്റ് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്. താങ്ക് യു. വ്യാസൻ സാർ, എന്താണ് 2024 എങ്ങനെയാണ് വി ബെസ്റ്റ് 2024 വന്നപ്പോ അങ്ങ് വളരെ ചിന്തിച്ച ഒരു ആശയമാണ്. അതൊന്ന് അങ്ങയിൽ നിന്ന് തന്നെ കേട്ടാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും. വ്യാസൻ സാർ, ഓവർ ടു യു. ഹലോ സാർ. ആക്ച്വലി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024 എന്നുള്ളത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് സാർ ഇന്നലെ 2022 മിനിഞ്ഞാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. 2:10 അപ്പം അതാണല്ലോ നമ്മളിപ്പോ ഇത്ര KB ഇത്ര MB എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് നമ്പർ ആക്ച്വലി ഫോർ ട്രെയിനിങ്, കൺസിസ്റ്റന്റ് ട്രെയിനിങ്. അത് കുറച്ചൊരു അത്ഭുതത്തോടെ ഞാൻ നോക്കുന്നത്. അതായത് 2024 ദിവസം മുടങ്ങാതെ ഇങ്ങനെ ഒരു ട്രെയിനിങ് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഇൻക്രെഡിബിൾ. സോ ആൻഡ് ഇൻസ്പിറേഷണൽ. ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ 5 ദിവസം രാവിലെ എണീറ്റ് ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഒരു ലെവൽ ഓഫ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഈ 2024 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ പ്രൂവിങ് ഔട്ട് സംതിങ് റിയലി വെരി വെരി സ്ട്രോങ്. അപ്പൊ അതുകൊണ്ട് ഞാനിത് സൂചിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അല്ലേ? അഭിനന്ദനങ്ങൾ. തീർച്ചയായും. എല്ലാ കോർഡിനേറ്റേഴ്സ്, ഓഫ് കോഴ്സ് എല്ലാ കോർഡിനേറ്റേഴ്സ്, ഇതെല്ലാം ചെയ്യുന്ന എല്ലാ ലീഡേഴ്സ്, പിന്നെ സാർ ബൈജു സാർ, നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്ലാൻ ചെയ്ത് ഈ രീതി കൊണ്ടുവരുന്നു. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ട് അതിൽ. അത് ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രസ്ഥാനം, ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇറ്റ്സ് നോട്ട് ഈസി. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ശരിയായി ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അത് ഞാൻ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് യാസിൻ സർ. താങ്ക് യു. അഭിമാനം. താങ്ക് യു. ഓക്കെ, ജോസ് കുര്യൻ സർ. ഈ സവിശേഷത ചൂണ്ടിക്കാണിച്ച യാസിൻ സാറിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. You did a great job. You did a great job. താങ്ക് യു. അപ്പൊ നമുക്ക് ആ ബുക്ക് എടുക്കാം. ബുക്ക് എടുത്തുകൊണ്ട് നമുക്ക് കരിയറിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകേണ്ട കുറച്ച് പേരുണ്ട്. നമുക്ക് ഇന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പ്രിന്റ് ഔട്ട് സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ PDF ആയിട്ട് ഗൗസ്, അലൻ, ഗിതിക, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അയക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചിയുടെ ടെസ്റ്റിന്റെ പേപ്പർ നിങ്ങൾക്ക് എത്തിച്ചു തരാം. അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. എന്നാലാണ് നമുക്ക് ക്ലാരിറ്റിയോടുകൂടി അതിനെ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിക്കണം. ഇന്ന് 5-ാം ദിനത്തിൽ നമ്മൾ അതിന്റെ കാര്യത്തിൽ തീരുമാനവും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി തീരുമാനിക്കുന്നു. ഇനി പുതിയ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ 16-ാമത്തെ ഗ്രൂപ്പിലേക്ക്, ബാച്ച് 16ലേക്ക് നമ്മളെല്ലാവരും വരും. അവിടെ നമ്മൾ പരിചയപ്പെടും. ഇനി കുറെ ആക്ടിവിറ്റീസ്, വളരെ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് ബാച്ച് ഗ്രൂപ്പുകളിലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ക്ഷണിക്കണം ബാച്ച് ഗ്രൂപ്പിലേക്ക്. ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. ഇന്നത് ഗ്രൂപ്പ് തിരിച്ചതിന് ശേഷം ഉടനെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി, നമ്മുടെ ജീവിതത്തിലെ 21 ദിവസങ്ങൾ അത് 10% നമ്മുടെ ജീവിതത്തെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ഭാഗമായിട്ട് ഇതാ എൻ്റെ പുറകിൽ കാണുന്നത് പോലെ ഒരു ചെടി നമ്മുടെ ക്ലാസ് റൂമിന്റെ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന തൊട്ടടുത്തായിട്ട് ആ ടേബിളിലോ ഇതുപോലെ സൈഡിലോ പ്ലാന്റ് ചെയ്യണം. ഇപ്പൊ പറഞ്ഞ 2024 എന്ന് പറയുന്ന മഹത്തരമായ ദിനത്തെ ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കും. അതിനെ എല്ലാ ദിവസവും നമ്മളൊന്ന് കാണണം. അതിൽ എത്ര പുതിയ ലീവ്സ് വന്നു, എന്താണ് അതിൽ ചേഞ്ചസ് ഉണ്ടായത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രകൃതിയുമായി ചേർന്നുകൊണ്ടുള്ള ഈ ദിനങ്ങളായിരിക്കും ഇനിയുള്ള ദിനം. അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം വരുത്തിയെന്നും നമുക്ക് കണ്ടറിയാം. അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം വെക്കാം. ഇന്ന് ഓരോ ആളുകളും അത് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട്
ബാച്ച് നമ്പർ 16 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇടണം. വി ബെസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നേരത്തെ ഉള്ളവരൊന്ന് ക്ഷമിക്കണം, ഒരു ഗ്രൂപ്പ് കൂടി വരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അത് നിങ്ങളെ മാറ്റുന്നതാണ്. ഒരു 16 ദിവസത്തെ കാര്യമുള്ളൂ. അതുകൊണ്ട് ഒന്നിച്ചാകാൻ വേണ്ടിയിട്ടാണ്. ബാച്ച് നമ്പർ 16 ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ സോറി സാർ. സോറി, ബാച്ച് നമ്പർ 16 ആരെങ്കിലും ഉൾപ്പെടാത്ത ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ പറയണം. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ഇല്ലാന്ന് തോന്നുന്നു. ആയിട്ട് മെസ്സേജ് അയക്കണം. കാരണം വെച്ചാൽ ഞാൻ എടുത്തതിൽ മറന്നു പോയിട്ടുണ്ടോ, ആഡ് ചെയ്താൽ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് വേണം. സുലോചന ചേച്ചി അത് ആഡ് ചെയ്യണം സാറേ. ഒന്ന് നമ്പർ ഒന്ന് തരണേ മോഹനേട്ടാ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി നമ്മൾ പോകുന്നു. ഹായ് ഇതിക, റെഡിയല്ലേ? ആരോഗ്യം എങ്ങനെയായി? കുഴപ്പമില്ല, ഓക്കെ അല്ലേ? സന്തോഷം. അപ്പൊ ആ പേപ്പർ എടുക്കൂ എല്ലാവരും. ആ പേപ്പറിൽ ഞാൻ ആഡ് ആയിട്ടില്ല. ഓക്കെ താങ്ക് യു. തീർച്ചയായും സിസ്റ്ററെ ആഡ് ചെയ്തിട്ടില്ല, ഇന്ന് ആഡ് ചെയ്യും. താങ്ക് യു. അപ്പൊ ഇന്നത്തെ കോട്ടിലേക്ക് ഒന്നുകൂടി തിരികെ വരാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ മഹത്വം കൂടി പറഞ്ഞിട്ട് നമുക്ക് വരാം. ഇനി ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചുപോയവർക്കോ ജനിക്കാനിരിക്കുന്നവർക്കോ ഒട്ടും മെച്ചപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് വി ബെസ്റ്റ് മുന്നോട്ട് പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഹലോ, കമോൺ സെലിബ്രേറ്റ്. ഇനി ഒരാൾക്കും ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചുപോയവർക്കോ ഇനി ജനിക്കാനിരിക്കുന്നവർക്കോ ഇതേ സാഹചര്യത്തിൽ ഇതേ കാലഘട്ടത്തിൽ ജനിച്ചു വന്ന ആളുകളെ ഇതേപോലെ ഒരുമിച്ച് കൂട്ടി 1024 പ്രഭാതങ്ങളെ സ്വന്തമാക്കാൻ, ജീവിതം ശ്രേഷ്ഠമാക്കാൻ, ലോകത്തിന് മുന്നിൽ മാതൃകയാക്കാൻ വി ബെസ്റ്റിനെ പോലെ ആർക്കും കഴിയില്ല. ഞാൻ ഇന്നലെ ഒരു പരിശീലനത്തിലായിരുന്നു. അവിടെ ഞാൻ ആത്മാഭിമാനത്തോടു കൂടി, നമ്മൾ പറഞ്ഞ കരിയർ ഫിക്സ് ചെയ്തതിന്റെ ആത്മാഭിമാനത്തോടു കൂടി ഞാൻ അവിടെ വിളംബരം ചെയ്തു, ഉറക്കെ പറഞ്ഞു. ബൈജു പാമിനെ പോലെ വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് ഇത്ര വ്യക്തതയോടെ ക്ലാരിറ്റിയോട് കൂടി ചെയ്യുന്ന വേറൊരാളെ നിങ്ങൾക്ക് ഇനി ലോകത്ത് കാണാൻ പറ്റില്ല എന്ന് 200 കുട്ടികളുടെയും 200 മാതാപിതാക്കളുടെയും മുമ്പിലാണ് പറഞ്ഞത്. അതും എൻ്റെ നാട്ടുകാര് ഉള്ള സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. സാധാരണ സ്വന്തം നാട്ടുകാരുള്ളിടത്തൊക്കെ നമ്മൾ അത്ര ധൈര്യം കാണിക്കില്ല. കാരണം എന്താ, അവരെല്ലാ ദിവസവും കാണുന്നതാണ്. ഇന്നലെ ഞാൻ രാവിലെ ക്ലാസ് എടുത്തു, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിന്റെ അമ്മ മരിച്ചതിന്റെ ചടങ്ങാണ്, ഇന്നാണ്. പക്ഷെ ഇന്ന് എനിക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ചെന്നപ്പോൾ അവിടെ ഒരുപാട് പേര് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഓടി വരികയായിരുന്നു. അത് പറയാൻ ധൈര്യം തന്നത് ഈ 1024 ദിനങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും പറയൂ, ഗീതിക ഡോക്ടർ, MBBS MD, ഈ ഡോക്ടറെ പോലെ ജീവിച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചുപോയ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വിട്ടുപോയവർക്കോ ഇനി ജനിക്കാനിരിക്കുന്നവർക്കോ ഒട്ടും മെച്ചപ്പെടുത്താനാവാത്ത രീതിയിലാവണം നമ്മൾ നമ്മുടെ കരിയർ ഫിക്സ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രഭാതങ്ങളിൽ നമ്മൾ ഒരുപാട് വിൽ പവറോടുകൂടി ഇവിടെ ഉണർന്നിരിക്കുന്നത്. റെഡിയാണോ? എല്ലാവർക്കും പറയാം, സംസാരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പ പറഞ്ഞോളൂ. ഇവിടെ നിന്നും ഓടിക്കാനാണ്, ഇവിടെ ഇരുത്തില്ല. അങ്ങനെ അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ. രമ മാമിന് എന്തോ പറയണമെന്നുണ്ട്. രമ, എന്താണ്, ശരിയല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യ്, പറ, കേക്കട്ടെ. അതെ ശരിയാണ്, അങ്ങനെയാണ് വേണ്ടല്ലേ? മാറ്റമുണ്ടോ? എന്തോ എങ്ങനെയായിരിക്കും? മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ലില്ല, അങ്ങനല്ലേ വേണ്ടത്, വേണം. അങ്ങനെയാണെങ്കിൽ പറ, ഞാനിപ്പോ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. മാമിന്റെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ കരിയറിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ എന്നെ പോലെ മറ്റൊരാളുടെ എന്താണ് മാമിന്റെ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം? നമ്മൾ ഇന്നലെ 5 കാര്യങ്ങൾ പറഞ്ഞു. കരിയർ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഇന്ന ഗുണങ്ങളുണ്ട്. ആത്മാഭിമാനം ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്ക് സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ കഴിയും. പറ രമ മാം. ഞാൻ എന്റെ കരിയർ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തത് തന്നെയാണ്. അപ്പൊ അതില് എന്താണ് എല്ലാരും കേൾക്കട്ടെ?
അതില് ഞാൻ മെച്ചപ്പെടുത്താൻ ഓരോ ദിവസവും ഞാൻ ശ്രമിക്കുന്നുണ്ട്. മെച്ചപ്പെടുത്തുക എന്താണ് പറയൂ, എന്നുള്ളതാണ്. ഇവർക്ക് എല്ലാവർക്കും അറിയില്ല, എനിക്കേ അറിയുള്ളൂ. അതുകൊണ്ട് പറ എന്താണ്. അപ്പോഴ് ഓരോ ദിവസവും ഞാൻ പിന്നെ ടീച്ചർ എന്നുള്ള രീതിയിൽ പിന്നെ ഓരോ ദിവസവും എന്തെങ്കിലും പുതിയത് കൊടുക്കാൻ ശ്രമിക്കുന്നു. രമ ടീച്ചർ എന്തെങ്കിലും അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. അതെ, നമ്മള് ഫോറിൻ ക്ലബിൽ വെച്ചല്ലേ പരിചയപ്പെട്ട, അങ്ങനെയല്ലേ? അല്ല, സാറിന്റെ അല്ല. ഒരു ക്ലാസ് ഞാൻ എവിടെയോ കേട്ടു. അത് ക്ലാസ് കേട്ടു. സാറിന്റെ ക്ലാസ് എവിടെയാണെന്ന് ഓർക്കുന്നില്ല ഞാൻ. ഏതോ സാറ് അന്ന് ഈ തൊട്ട് ഓൺലൈൻ ടീച്ചറും ക്ലാസ് ഓൺലൈൻ സെഷനിലൊക്കെ കേട്ടത്. ശരി, അപ്പോഴാണ് ഷോണിത് സാർ, ജെയ്നി, അപ്പോഴാണ് ജെയ്നി അമേരിക്കയിൽ ഇരുന്ന് പറയണു, രമ ടീച്ചറെ, ടീച്ചറേക്കാൾ നല്ലൊരു അധ്യാപിക ഞാൻ ഇവിടെ കണ്ടു എന്ന് പറയുന്നു എന്ന് കരുതുക. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? വെട്ടു. ഞാൻ എന്റെ കാര്യം പറയാം. അതായത് US ഇരുന്ന് ജെയ്നി പറയാണ്, ബൈജുപ്പാം നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. US ഞാൻ കേട്ട, ഇവിടെ വന്ന് കുറച്ചാളായുള്ളെങ്കിലും ഞാൻ ഇവിടെ ഒരു പരിശീലകനെ കണ്ടു, വിഷൻ ബോർഡ് എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് നിങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജെയ്നിയോട് കാല് പിടിച്ചിട്ട് ഒരു വിസ സംഘടിപ്പിച്ചിട്ട് അമേരിക്കയിലേക്ക് പറക്കും. എന്നിട്ട് ഞാൻ അയാളുടെ ക്ലാസ്സിൽ കുത്തിയിരിക്കും. എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന രീതി ഞാൻ അടിച്ചു മാറ്റും. എങ്ങനെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റും. അടിച്ചു മാറ്റിയിട്ട് എന്റെ ആശയം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത ദിവസം തൊട്ട് ക്ലാസ് എടുക്കും. അതാണ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, രമ ടീച്ചർ ക്ലിയർ ആയില്ലേ? എനിക്കറിയാം ഇഷ്ടപ്പെട്ട ടീച്ചറാണ് കുട്ടികളുടെ, ഇനിയും ഓരോ ദിവസവും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അഭിമാനത്തോടു കൂടിയുള്ള ഒരു അധ്യാപിക. ഇന്നലെ നിങ്ങൾ കണ്ട 5 പോയിന്റ്സ് ഒന്നുകൂടി തിരിച്ചു വരാം, നോക്കൂ. എന്നിട്ട് ഈ 5 പോയിന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും അവരവരുടെ പ്രൊഫഷൻ എടുത്തിട്ട് ചിന്തിക്കൂ. 5 പോയിന്റ്സ്. മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? 1, മെച്ചപ്പെട്ട ആരോഗ്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ദീർഘായുസ് ഉണ്ടാകാൻ നിങ്ങളെ സഹായിക്കുമോ? ഊർജ്ജസ്വലതയും ഉണ്ടാകുമോ? ഉണ്ടാകും. ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ വി ബസ്സിൽ ഇരിക്കുന്ന ഓരോ ആളുകളെ എടുത്ത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ വി ബസ്സിൽ വന്നതിന് ശേഷം മെച്ചപ്പെട്ട ആരോഗ്യമുണ്ട്, ദീർഘായുസുണ്ട്. അത് താൻ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നു. കൂടുതൽ ഊർജ്ജസ്വലതയുമുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊന്ന് ക്യാമറ എടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എല്ലാവരും ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. ഊർജ്ജസ്വലത ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കണ്ണിന് തിളക്കില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജെനി, ഇന്നലെ നിങ്ങൾ വന്നേ, ഇത്രയും ക്യാമറ നിറഞ്ഞിരിക്കുന്ന പണ്ട് ഉണ്ടായിരുന്നോ? ജെനിയായി മൈക്ക് അൺമ്യൂട്ട് ചെയ്യ്, പറ. ഇല്ല സർ. ഇല്ല. ഇപ്പൊ കണ്ണുകളിൽ തിളക്കം കണ്ടോ? അതെ. ഓക്കെ, എല്ലാരും ഭയങ്കര പോസിറ്റീവാണ്. ഭയങ്കര പോസിറ്റീവാണ്. ശരി, അതെ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, വ്യക്തിപരവും ഔദ്യോഗികമായ ജീവിതത്തിൽ മറ്റുള്ളവരുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധം ഉണ്ടാവും. കുടുംബത്തിലായാലും പ്രൊഫഷണലി ആയാലും എവിടെ ചെന്നാലും ആളുകൾ ഇങ്ങനെ നമ്മുടെ കൂടെ കൂടും. ഇന്നലെ ഞാൻ വൈകിട്ട് അവിടെ പോയി. അപ്പൊ അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചൻ പോയിട്ട് അവിടെ കഞ്ഞിയായിരുന്നു. കാരണം വെച്ചാൽ നൊവേന കഴിഞ്ഞിട്ട് പള്ളിയിൽ ഈ മരിച്ചത് എൻ്റെ ഫ്രണ്ട് ഹൈന്ദവ വിശ്വാസത്തിലുള്ള ആളാണ്. സാബു ഷാജിയുടെ ഒക്കെ അമ്മയാണ് മരിച്ചത്. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. പെൻഷൻ കിട്ടിയ പൈസ കൊണ്ടുപോയിട്ട് പള്ളിയിൽ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ അടുത്ത മാസത്തെ നൊവേന കഞ്ഞി എന്റേതായിരിക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, അത് പറ്റില്ല, 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പൊ നിങ്ങളുടെ പൈസ മേടിച്ചിട്ട് എനിക്ക് നേർച്ചക്കഞ്ഞി കൊടുക്കാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഈ പൈസ അച്ഛൻ സ്വീകരിക്കണം. അതുകൊണ്ട്
അച്ഛൻ ഇങ്ങനെ തീവ്രമായിട്ട് പറഞ്ഞ കണ്ടപ്പോ അച്ഛനെ പൈസ റിസീവ് ചെയ്തു, റെസിപ്റ്റ് കൊടുത്തു. ഒരു മാസം കഴിഞ്ഞിട്ട് ആ അമ്മ മരിച്ചു. ഇന്ന് അതിന്റെ 14 സഞ്ചയനം നടക്കുന്ന, അങ്ങനെയല്ലേ ആർക്കെ സാർ? 16. ഇന്നാണ് ആ ചടങ്ങ്. വൈകിട്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ പോകും. ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനെയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും വൈകിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ ചെല്ലും. ഞാൻ ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിക്കാനാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടാനാണ് ചെന്നത്. അപ്പൊ പള്ളിയിലേക്ക് വിളിക്കുന്നു. ഞാൻ ചോദിച്ചു, പള്ളിയിലോ? എന്താ കാര്യം? ഇവിടെ അവിടെ വെച്ചാണോ? പള്ളി ഹാളിലാണെന്ന് എനിക്കറിയാം. അപ്പൊ അവിടെ ചെന്നപ്പോ പറയാം, കഞ്ഞി ഇന്ന് അമ്മ ബുക്ക് ചെയ്ത ആ കഞ്ഞി ഇന്ന് വിതരണം ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണോ? അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു, പക്ഷെ അത് ഇവിടെ ഇവര് മക്കളുമായിട്ടല്ല, മരിക്കുന്നതിന് മുമ്പല്ല, മരിക്കുന്നതിന് മുമ്പാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്. അതായത് അമ്മയോട് അന്ന് കോംപ്രമൈസ് ചെയ്തതാ. ആ കഞ്ഞി കുടിച്ചിട്ടാണ് ഞാൻ ഇന്നലെ പോന്നത്. പറഞ്ഞു വന്ന വിഷയം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അപ്പച്ചൻ ഓടിപ്പോയിട്ട് എനിക്ക് കഞ്ഞി എടുത്തുകൊണ്ട് വന്നു. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് കഴിക്കാം, കാരണം ടൈം അത്ര 7:30 മണിയായി, സന്ധിക്കാം. പക്ഷെ അത് കൂടുതലുണ്ടായിരുന്നു. എന്തായാലും വൈകുന്നേരത്തെ ഭക്ഷണം അതാക്കാന്ന് വെച്ചാൽ കഴിച്ചു. പക്ഷെ എനിക്ക് കഴിച്ചു തീർക്കാൻ 1 മണിക്കൂറിലധികം വേണ്ടി വന്നു. എൻ്റെ സ്വന്തം നാട്ടിലാണെന്ന് നിങ്ങൾ അറിയണം. കാരണം ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് ചുറ്റും ഐസക് സാറിന്റെ നാട്ടിൽ ചെല്ലുന്നത് പോലെ ഐസക് സാറിന് കിട്ടുന്നത് പോലെ, ജോയ് ജോൺ സാറിന്റെ നാട്ടിൽ ചെല്ലുമ്പോൾ ജോയ് ജോൺ സാറിന് കിട്ടുന്നത് പോലെ, ജോസ് കുര്യൻ സാറിന്റെ നാട്ടിൽ ചെല്ലുമ്പോൾ ജോസ് കുര്യൻ സാറിന് കിട്ടുന്നത് പോലെ വ്യക്തിപരവും ഔദ്യോഗികപരമായ ജീവിതത്തിൽ മറ്റുള്ളവരുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധമുണ്ടാവും. പ്ലീസ്, അതുകൊണ്ട് ബെസ്റ്റ് ആകാൻ നോക്കും. 2. 3, വർദ്ധിച്ച കാര്യക്ഷമത ഉണ്ടാവും, ഉയർന്ന ജീവിത വിജയവും ഉണ്ടാവും. ഉറപ്പാണ്. കാരണം ഹാപ്പിനെസ് വില്ലേജ് പോലെ ഇനി, ആനന്ദഗ്രാമം പോലെ ഇനി ഒരാൾക്കും അതുപോലെ ഒരു ഗ്രാമം സൃഷ്ടിക്കാനോ അതുപോലെ ഒന്ന് ഉണ്ടാക്കാനോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചുപോയവർക്കോ ഇനി ജനിക്കാനിരിക്കുന്നവർക്കോ അതിലൊന്നും ഒട്ടും പറ്റാത്ത രീതിയിലായിരിക്കും ഹാപ്പിനെസ് വില്ലേജ് ഉണ്ടാകുന്നത്. മൂന്നാറിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. എത്ര തലമുറ മുന്നിൽ വന്നാലും, എവിടെയൊക്കെ പഠിച്ചിട്ട് വന്ന് MBAയോ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വന്നാലും, കേരളത്തിൽ വന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഹാപ്പിനെസ് വില്ലേജ് പോലൊരു സ്ഥാപനം ഇനി ഉണ്ടാക്കാൻ, അതുപോലെ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ മികച്ചതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന, ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ എല്ലാവരുടെയും അവരവരുടെ കരിയറുമായി ജോലിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ കെട്ടിപ്പൊക്കുന്നത്. ലോക്കൽ വിഷൻ വിത്ത് ഗ്ലോബൽ വിഷൻ എന്ന് പറഞ്ഞ ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സെന്റർ എന്ന് പറയുന്നത് ഐസക് എബ്രഹാം സർ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തീവ്രമായ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണത്. അങ്ങനെയാണ് ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സെന്റർ എന്ന് പറയുന്ന ഒന്നുണ്ടായത്. വർഷങ്ങൾക്ക് മുന്നേ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്തു തുടങ്ങി. സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് തുടങ്ങിയ ജോയ് ജോൺ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മനസ്സിലുള്ള തീവ്രമായ ആഗ്രഹത്തിന്റെ ഏറ്റവും പരിണിത ഫലത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഹാപ്പിനെസ് വില്ലേജ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷനും കരിയറും എല്ലാം ഒരു കൂട്ടി ഇങ്ങനെ രത്നച്ചുരുക്കം പോലെ ആക്കി തീർത്തുകൊണ്ട് അവിടെ വരുന്നു. ഒരാളും ആശുപത്രിയിൽ പോകേണ്ടി വരില്ല. സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ജീവിതത്തെ കാണാനും അനുഭവിച്ചറിയാനും, മരിക്കുന്ന ദിനത്തിൽ സലാം പറഞ്ഞിട്ട്, ജോസ് കുര്യൻ സാറൊക്കെ മരിക്കുന്ന ദിനം ആർക്കും സങ്കടം ഉണ്ടാവില്ല. 111ാമത്തെ വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. തമിഴ്നാട്ടിൽ നടക്കുന്നത് പോലെ ചെണ്ട കൊട്ടി ആഘോഷിക്കും. തലേന്ന് പറഞ്ഞിട്ടാ പോണേ, ഞാൻ നാളെ പോവാണ്. നമ്മൾ യാത്രയാക്കും. ഐസക് സാർ പറഞ്ഞ പോലെ അടുത്ത ജന്മത്തിലേക്ക് തിരിച്ചു വരാൻ, പൂർണ്ണതയിലേക്ക് തിരിച്ചെത്താൻ, അല്ലെങ്കിൽ കൂടുതൽ ഉണർവോടുകൂടി ആയിരിക്കാൻ എല്ലാവർക്കും മാതൃകയായിട്ട് ചെണ്ട കൊട്ടി നമ്മൾ വിടും, തുള്ളിക്കൊണ്ട് നമ്മൾ വിടും. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. കുറെ നേരം ജോയ്സ് കുര്യൻ സാർ കൈവെക്കുന്നു. എന്താണെന്ന് ചോദിക്കാം. എന്താണ് സാർ ഇപ്പൊ പറഞ്ഞത്? വേറെ ആയിരിക്കും, ഇനി പറയാൻ പോണ വേറെ ആയിരിക്കും. ആദ്യം പറഞ്ഞ അങ്ങനെ സാർ
കൈ പൊക്കിയത് വേറെ കാര്യം ആ, പറയാം. അതെ അതെ, ബൈജു പാമെന്ന ബൈജു ജോസഫിനെ നോബൽ പ്രൈസിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള ഓരോന്ന് പറയാൻ വേണ്ടിയായിരുന്നു. Thank you. അതാണ്. ഓക്കെ. Thank you അതോടൊപ്പം so much. ആ. അതോടൊപ്പം 111ാമത്തെ വയസ്സിൽ എന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോ ചൈൽഡ് വിത്ത് ഓട്ടിസമായിട്ടുള്ള എന്റെ കൊച്ചുമോൻ ആയിരിക്കും എന്നുള്ളതാണ്. അവനെ അത്തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യും. Develop. ഓക്കെ, താങ്ക് യു സാർ. Thank you. Holistic Transformation Center. നോക്കൂ, നമുക്ക് ഇങ്ങനെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടി പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് കുറച്ച് തമാശയും പരിചയവും ഒക്കെ പുതുക്കി പോകുന്നവരല്ല. അങ്ങനെയാണ് വർദ്ധിച്ച കാര്യക്ഷമതയും ഉയർന്ന ജീവിത വിജയവും ഇവിടെ ഉണ്ടാകേണ്ടത്. ഇതാണ് ലോകത്തിന് മാതൃകയാകേണ്ടത്. അല്ലാതെ എന്തൊക്കെയോ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യക്ഷമത ഉണ്ടാവില്ല, ഉയർന്ന ജീവിത വിജയം ഉണ്ടാവില്ല. അതാണ് റിയൽ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം. 4, ഉയർന്ന ആത്മാഭിമാനം. എവിടെ ചെന്നാലും തലകുനിക്കാത്ത ഒരു ആത്മാഭിമാനത്തിന് ഉടമയാകണമോ? അലൻ ഇപ്പൊ തന്നെ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട കരിയറിൽ 10 മാർക്ക് ഇടത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്യും. ഇന്ന് ഞാൻ ക്ലാരിറ്റി തരാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് മോന്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ കണ്ടെത്തി തരാം. ഗൗസ്, ഇനി നിങ്ങൾ ഒരു കൊച്ചു കാര്യത്തിൽ പോലും വിഷമിക്കേണ്ടി വരില്ല. എല്ലാ കാര്യത്തിലും ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളുണ്ട് കൂടെ. ബീനാറാണി ടീച്ചർ പറഞ്ഞില്ലേ, ഞങ്ങളുണ്ട് കൂടെ. താങ്ക് യു. ഗീതിക, ഇന്നാണ് ഞാൻ പറഞ്ഞത്, അല്ല നാളെയാണ് ലാസ്റ്റ് ഡേ തീരുമാനം എടുക്കൽ. അത് പറയും. അങ്ങനെ വന്നാൽ ഉയർന്ന ആത്മാഭിമാനം ഉണ്ടാവും. ഇന്നലെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വമുള്ള ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അവരോട് ചായ കുടിക്കുമ്പോൾ പരിചയപ്പെടുത്തിയുള്ളൂ. പിന്നെ സംസാരം മുഴുവൻ ബൈജു പാമായിരുന്നു. ഓരോരുത്തർ സംസാരിക്കുമ്പോഴും ബൈജു പാം. അച്ഛൻ പറഞ്ഞു, കോർപ്പറേറ്റ് മാനേജർ അച്ഛൻ പറഞ്ഞു, അച്ഛന്റെ വീടിനോട് ചേർന്നിട്ടാണ് എൻ്റെ അമ്മ വീട്. അപ്പ വന്നപ്പോ ഇവനെ ഞാൻ കൊച്ചായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കണില്ല അച്ഛനെ കണ്ടത്, പക്ഷെ അച്ഛൻ അവിടെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. പ്രിൻസിപ്പാൾ പറഞ്ഞു, വൈസ് പ്രിൻസിപ്പാൾ പറഞ്ഞു, PTA പ്രസിഡന്റ് പറഞ്ഞു. എല്ലാവരും ആത്മാഭിമാനത്തിന്റെ ദിനങ്ങളായിരുന്നു നമുക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാതിരുന്നാൽ, പറഞ്ഞാൽ പൊങ്ങച്ചമാകുമെന്ന് തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല, ഞാനത് പറയും. എൻ്റെ ആത്മാഭിമാനം എന്തുകൊണ്ട്? എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ഇതാണ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും സ്പേഷ്യൽ ഇന്റലിജൻസുമാണ് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. എൻ്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും സ്പേഷ്യൽ ഇന്റലിജൻസുമാണ്. നിങ്ങൾ അറിയണം, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സോഷ്യൽ പേഴ്സൺ എന്ന് വേണം സിമ്പിളായിട്ട് പറയാം. 2, എനിക്ക് വരക്കാൻ കഴിയും. എനിക്ക് നിങ്ങൾ പറയുന്ന സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും എനിക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയും. ഓരോ ആളുകളുടെയും, അത് ഫോട്ടോഷോപ്പിലാണോ ഏതാണോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും. ഇപ്പൊ പുതിയ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി DNA വരുന്ന ചേഞ്ചസിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ഇനി 20 വർഷത്തേക്ക് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറാൻ കഴിയുന്ന ജനറ്റിക്സ് ആയിട്ടുള്ള സയൻസിനെ കുറിച്ചിട്ടുള്ള ജീനോം എന്ന് പറയുന്ന ടെക്നോളജിയെ കുറിച്ച് നമ്മളിപ്പോൾ 3-4 ദിവസമായിട്ട് അതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരോഗ്യത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നും എന്തൊക്കെ മാറ്റങ്ങൾ ഇനി ലോകത്തുണ്ടാകുമെന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആത്മാഭിമാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ലേറ്റസ്റ്റ് എല്ലാ പരിചയം. എന്തുകൊണ്ടാണ് ഐസക് സാറിനെ നമ്മൾ ഏറ്റവും മാതൃകയായിട്ട് കാണുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ, അദ്ദേഹം എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഉയർന്ന ആത്മാഭിമാനം ഉണ്ടാകും. അവരവരുടെ പ്രൊഫഷൻ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാകാനായിട്ട് എല്ലാ ദിവസവും ഐസക് സാർ പഠിക്കുന്നത് കൊണ്ടാണ് ആ ഉയർന്ന ആത്മാഭിമാനത്തോടുകൂടി കോൺഫിഡൻസോടുകൂടി പറയുന്നത്. അതുപോലെ
എങ്ങനെയാണ് യോഗ പരിശീലകൻ എന്നുള്ള രീതിയിൽ ജോയ് ജോൺ സാറ് ഇത്ര കോൺഫിഡൻസോടുകൂടി ചെയ്യുന്നത് വെച്ചാൽ, ജോയ് ജോൺ എന്ന് പറയുന്ന യോഗ ഗുരുവിനേക്കാൾ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ചിനേക്കാൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഈ ലോകത്ത് ഇനി ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാത്ത രീതിയിലാണ് സിറ് മുന്നോട്ട് പോണേ. അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാകട്ടെ. അങ്ങനെയാണ് റോൾ മോഡൽ ആവുക. എത്ര നാൾക്ക് മുന്നെയാണ് ജൈനി നമ്മൾ ക്ലാസ് കൂടിയത്? ഹലോ ജൈനി, സർ നമ്മള് എത്ര വർഷം മുന്നെയാണ്? 3 വർഷം മുന്നേ. എന്നിട്ട് ഇന്നലെ എനിക്കിട്ട മെസ്സേജ് ഒന്ന് എല്ലാവരോടും കേൾക്കാൻ ഒന്ന് പറഞ്ഞേ. ഇന്നലെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ച മെസ്സേജുകൾ ഒന്ന് പറ, എല്ലാരും കേക്കട്ടെ. ഓക്കെ. 3 വർഷം മുന്നേ ആദ്യത്തെ ബാച്ച് ആയിരുന്നു ഞാന്. അന്ന് എന്റെ കുഞ്ഞ് എനിക്ക് തോന്നും 4 മാസം ഇല്ല 3 മാസം തൊട്ട് എനിക്ക് തോന്നുന്നു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നേ. അപ്പം അന്ന് സാർ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതി ഓരോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഞാൻ തിരിച്ചു മറിച്ച് നോക്കും. അപ്പൊ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണ്ടേ അങ്ങനെ ഉള്ളൊരു ഇത്. പിന്നെ അതേപോലെ തന്നെ അന്നത്തെ വിഷൻ ബോർഡില് എന്റെ ഒരു ആഗ്രഹമായിരുന്നു പുറം രാജ്യത്ത് പോകുക എന്നുള്ളത്. അപ്പൊ കാനഡയാണ് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത്. അന്നിപ്പോ സാർ പറഞ്ഞു കാനഡ ഏതാണോ ഇഷ്ടം, എവിടെ പോണോന്നാണ് ആഗ്രഹം, അത് വേണം നമ്മൾ മനസ്സിൽ കൊണ്ടുവരാമെന്ന്. പക്ഷെ അന്ന് ഞാൻ സ്റ്റുഡന്റ് വിസയില് കാനഡയിൽ പോകാം എന്ന് വിചാരിച്ചാൽ കൂടി അന്ന് എന്റെ കുഞ്ഞിനെ എനിക്ക് ചിലപ്പോൾ നാട്ടിൽ നിർത്തിയിട്ട് വേണമായിരിക്കും പോകാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്ക് എന്നെ കൊച്ചിനെയും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ എന്റെ ഏറ്റവും വലിയ സങ്കടം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ, അപ്പൊ മമ്മിയെ തന്നെ അവിടെ വീട്ടിലാക്കിയിട്ട് വരണമല്ലോ, ഞങ്ങൾ 3 പേരും കൂടെ പോയാല്, അങ്ങനൊരു ഇതായിരുന്നു. പക്ഷേ അന്ന് പക്ഷെ ആ ഇതില് എനിക്ക് കാനഡ എന്ന് എഴുതാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ വിഷൻ ബോർഡിൽ അന്ന് എനിക്ക് അനുകൂലമായി എല്ലാ ഇതിലും പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അപ്പം സാറ് അന്ന് എനിക്ക് തന്ന ആ എനർജി, ആ ഒറ്റ സെന്റൻസിലാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. അതായത് എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് പോകാൻ കഴിയണം. എന്തൊരു പ്രതിസന്ധി വന്നാലും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് സാറ് എന്നെ ഇപ്പൊ ഒരു വണ്ടി വാങ്ങണമെന്നാണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പിക്ചർ എടുത്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി എപ്പോഴും വിഷനായിട്ട് അത് ഓടിക്കുന്നതായിട്ട് അങ്ങനൊക്കെ കാണാൻ പറയും. അപ്പൊ അതാണ് ഞാനിപ്പോ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം അന്ന് സാർ പറഞ്ഞ മാതൃകയാണ് ഇന്ന് എനിക്ക് ഫോളോ ചെയ്തത്. പക്ഷെ ഞാൻ സാറിനെ അത് കഴിഞ്ഞ് ഇതുവരെ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ മിക്കവാറും സാറിനെ ഓരോ കാര്യങ്ങൾ വരുമ്പോ സാറിനെ ഓർക്കും. ഇത് ശരിക്കും പറയുന്നതാണ് സാർ. മീൻസ് നമ്മള് മനസ്സുകൊണ്ട് പറയുന്ന കാര്യമാണ്. അപ്പം കാരണം എനിക്ക് അത്രയ്ക്ക് അനുഭവങ്ങൾ വന്നിട്ടുള്ളത് കാരണം. പക്ഷെ എനിക്കിപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എനിക്ക് എന്റെ വിഷൻ ബോർഡ് ഇച്ചിരൂടി നല്ലതാക്കണം എന്നുള്ളൊരു മീൻസ് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ ഇച്ചിരൂടി അറിവ് നേടണം എന്നുള്ളൊരു ചിന്ത എനിക്കിപ്പോ ഉണ്ട്. എങ്ങനെ ഇത് മാനേജ് ചെയ്യണം, അപ്പൊ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞ. അപ്പം അതാണ് ഞാൻ സാറിനെ രണ്ടാമത് സാറിന്റെ ക്ലാസ്സിലൂടെ അന്ന് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെയാണ് സിൻസിയമ്മ എന്നോട് ഇത് പറഞ്ഞത്. സാർ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്, നീ എന്നാലും ഇന്നിപ്പോ ലീവ് എടുത്തേക്കുമല്ലേ, നീ ഒന്ന് നോക്ക്, നീ ഒന്ന് ക്ലിയർ ആൻ പറ്റുമോ നോക്ക്, പിന്നുള്ളത് നമുക്ക് റെക്കോർഡിങ് കാണാലോ എന്നൊക്കെ ഇങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും അങ്ങനാണെങ്കിൽ ഒന്ന് സാറിനോട് ചോദിച്ചു നോക്കാം എങ്ങനായിരിക്കും, പറ്റുമോ ഇല്ലയോ എന്ന്. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ എത്തിയത് അല്ലേ? ഇപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. താങ്ക് യു. അപ്പൊ എല്ലാവരും ഒരു താങ്ക് യു പറയൂ ജയനിക്ക്. നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ആളുകളല്ലേ, അവരോടൊക്കെ എപ്പോഴും മീൻസ് ഓരോ വിഷൻ ബോർഡിന്റെ ഓരോ ഫോട്ടോസ് ആണേലും, അതായത് എന്റെ മീൻസ് എനിക്കിപ്പോ എന്തെല്ലാം നേടണമെന്ന് ഞാൻ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ ഞാനത് മിക്കതും എഴുതി വെക്കും. ചിലപ്പോൾ എഴുതി വെക്കാൻ ബുക്ക് എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ എന്നെ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് എന്റെ തന്നെ വാട്സപ്പിൽ ഞാൻ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിലൂടെ അത് മാത്രം ഇങ്ങനെ ചുമ്മാ ഇടയ്ക്ക് നോക്കും. അതാണ്
ഇപ്പൊ ഞാൻ എന്റെ ചെയ്യുന്ന വിജയം. കാര്യം. താങ്ക് യു. ഇന്നിപ്പോ ലോകത്തിന്റെ ഏറ്റവും സമ്പന്നമായ രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുക അല്ലെ? താങ്ക് യു അതെ സോ സർ. മച്ച്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ശരി താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും ആ പേപ്പർ എടുക്കൂ. ഓഡിബിൾ ആണോ? എന്റെ ഒരു കോൾ വന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. സൈ സാറേ ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? കേൾക്കാം ശരി, കേൾക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും എടുത്തോളൂ, ഇത് വരക്കൂ. അപ്പൊ ഉള്ളത് വരച്ചാൽ മതി, ഫുള്ളായിട്ട് വരക്കണ്ട. ഇന്നലെ വരച്ചിരുന്നു. കരിയറിൽ എത്ര മാർക്ക് ഇട്ടു, ഹെൽത്തിൽ എത്ര ഇടും, ഇന്നലെ ഇട്ടിരുന്നു. ഇടാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ഇട്ടോ. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എത്ര മാർക്ക് ഇടും, വെൽത്തിൽ ഇപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് എത്ര മാർക്ക് ഇടും, മാനസികമായി സന്തോഷം കിട്ടുന്ന കാര്യത്തിൽ ഇപ്പൊ എത്ര സക്സസ് ആക്കും, ഇന്റലക്ച്വൽ ആകും, ദെൻ സോഷ്യൽ ആകും, സ്പിരിച്വൽ ആകും. സ്റ്റാർ ഇടൂ. എന്നിട്ട് ആ ഡോട്ട്സുകളെ തമ്മിൽ കണക്ട് ചെയ്യൂ. വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യണം. കുറവുള്ളിടത്ത് അഡ്ജസ്റ്റ്മെന്റ് പാടില്ല. കുറവുള്ളത് വ്യക്തമായിട്ട് ബോധ്യപ്പെടണം. എന്റെ കുറവ് ഇവിടെയാണ്, എന്റെ കുറവ് വെൽത്തിലാണ്, എന്റെ കുറവ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സില്ലായ്മയിലാണ്. എനിക്ക് ഇപ്പോഴും സമൂഹത്തോട് അത്ര വലിയ പ്രതിബദ്ധതയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അവിടെയാണ് പ്രശ്നം. അതല്ല, എന്റെ പ്രതിബദ്ധത ഏറ്റവും കൂടി പോയത് സോഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, എനിക്ക് എന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, എനിക്ക് എന്റെ ബന്ധങ്ങളിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് സമ്പത്ത് എന്ന് പറയുന്നത് പേടിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് മാനസികമായി സംതൃപ്തി കിട്ടിയില്ല, ഞാൻ പുതുതായിട്ടൊന്നും പഠിച്ചില്ല, എന്റെ ശ്രദ്ധ മുഴുവൻ സോഷ്യലിലായിരുന്നു. അല്ലെങ്കിൽ സ്പിരിച്വൽ. എന്റെ പ്രാർത്ഥന, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്പിരിച്വലിലാണ്. 10ൽ 10 മാർക്കും കൊടുക്കും. പക്ഷെ എന്തു പറ്റി? അതുകൊണ്ട് പ്രാർത്ഥനയിൽ മാത്രം മുഴുകിയത് കൊണ്ട് എനിക്ക് കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, എനിക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല, റിലേഷൻഷിപ്പ് നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല. ഞാനിപ്പോ സർവീസ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കേൾക്കുന്നത് എല്ലാം സ്പിരിച്വൽ ആണ്. എല്ലാം ദൈവം നമുക്ക് വേണ്ടി തരും. പറവകളെ നോക്കുവിൻ എന്ന് പറയുന്നത് പോലെയാണോ ഉള്ളത്? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വരുന്നില്ല. സോറി ക്യാമറ ഓഫ് ആയല്ലേ സൈസ? കോള് വന്നപ്പോ കേട്ടാ. ഓക്കെ, റെഡി? വരച്ചേ, ഒന്ന് കാണിച്ച. ആരാണ് കാണിക്കുക? ഒരാള് ധൈര്യമുള്ളവർ കാണിക്കും. നിങ്ങളുടെ ഡ്രോയിങ് എങ്ങനെയാണ്? റൗണ്ട് ആണോ? വ്യാസൻ സാർ മനസ്സിലായല്ല അല്ലെ? ആ ഡോട്ട്സുകളെ തമ്മിൽ ഇങ്ങനെ റൗണ്ട് ആക്കി ഒന്ന് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്തു. എങ്ങനെയുണ്ട്? ഷേപ്പ് ആണോ? കുഴപ്പമില്ലല്ലോ? ഈക്വൽ അല്ല, ചിലയിടത്ത് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ചിലയിടത്ത് പ്രശ്നമുണ്ട്. ശരി, ഓക്കെ. ആർക്കാ ഒരെണ്ണം കാണിക്കുക? എലിസ ധൈര്യമുള്ള ആളാ. എലിസ ഒന്ന് കാണിച്ച്. ഇത് അമീബ പോലെയാണോ? എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മൈക്ക് അൺമ്യൂട്ട് ചെയ്യും, മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. ആദ്യം വരച്ചപ്പോ അമീബയായിരുന്നു, ഇപ്പൊ അത് ഒരു വശം ചളുങ്ങിയ കുടം പോലെ ആയിട്ടുണ്ട്. ചളുങ്ങിയ കുടം പോലെ ഉണ്ടല്ലേ? ഒരു വശം ചളുങ്ങിയ കുടം. ഹെൽത്ത് ആണല്ലേ പ്രശ്നം? ശരി, ശരി. ചളുങ്ങിയത് അടിച്ചു നിവർത്തും എന്നാണ് സാർ പറഞ്ഞത്. അടിച്ചു നിവർത്തും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വീൽ ഓഫ് ലൈഫ്. ഗീതിക എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കാണിച്ച മോള്. അലന്റെ കരിയറിൽ 10 ഇട്ടോട്ടാ മോന്. ഞാൻ ഇന്ന് ബാക്കി സപ്പോർട്ട് ചെയ്ത് തരാം. ഓക്കെ, നോക്കട്ടെ ഗീതിക. അമ്മയുടെ കൂടി കാണേണ്ടി വരും അല്ലേ? എവിടെയാണ് ഒന്ന് കുറഞ്ഞു പോയത്? ഓ, ഹാപ്പിനെസ് ആണല്ലേ മെന്റൽ ഗോൾ. ശരി, കണ്ടോ? ധൈര്യത്തോടു കൂടിയാ മോള് കാണിക്കണേ. എന്ന് വെച്ചാൽ കരിയറിൽ ഫോക്കസ് ചെയ്തപ്പോ 1 വർഷത്തിലധികമായി സന്തോഷം എന്താന്ന് കുഞ്ഞറിഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാണ്? ഒരു എൻട്രൻസ് കോച്ചിങ് അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല ഫാമിലി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല. ഒരേ ഒരു പ്രശ്നം, നമ്മൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു, അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മൾ പെട്ടു. ഇനി ചെയ്യാൻ പോണത് ഏത് സംവിധാനത്തിൽ പഠിച്ചാലും, എവിടെ ബ്രില്യൻസിലല്ല, എവിടെ പഠിച്ചാലും എന്ത് ചെയ്യും?
നമ്മൾ സ്മാർട്ടായിട്ട് സ്റ്റഡി ചെയ്യും, ഇഷ്ടപ്പെട്ട് പഠിക്കും. അപ്പോൾ അവിടെ സന്തോഷം ഉണ്ടാവും. സിനിമയ്ക്ക് പോകും അല്ലേ? സിനിമക്ക് പോയിട്ടുണ്ടോ കഴിഞ്ഞ വർഷം? പോകാറുണ്ട്. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷം പോയിട്ടില്ല. ഈ 2 എക്സാം വർഷം പോയി. കഴിഞ്ഞത് പാർക്കിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഇനി പോവും. എന്നിട്ട് റാങ്ക് എത്ര വാങ്ങുമെന്ന് അറിയാമോ? പഠിക്കുകയാണെങ്കിൽ എന്താണേലും തീരുമാനം എങ്ങനെയാണെങ്കിലും നോ പ്രോബ്ലം, ഞാനായിട്ട് പറയുന്നില്ല. എങ്ങനെയായാലും എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചൊരു ഡിഫറെന്റ് പേഴ്സണാലിറ്റി. അടുത്ത നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ പത്രത്തിലൊരു വാർത്ത ഉണ്ടാവും. അതിങ്ങനെയായിരിക്കും, ബ്രില്യൻസുകാർ തന്നെ ആയിരിക്കും കൊടുക്കുക. എൻജോയ് ചെയ്ത് പഠിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണം ഇനി ആർക്കും മെച്ചപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചുപോയവർക്കോ ഇനി വരാനിരിക്കുന്നവർക്കോ മെച്ചപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഒരു അതുല്യമായ വിജയം ഗീതിക ലാൽ എന്ന് പറയും. റെഡിയാണോ? അത് വേണാകാം, അല്ലെങ്കിൽ ഡോക്ടർ ആകാം, എന്ത് വേണേലും ആസ് യൂസ്, നിങ്ങളുടെ ഇഷ്ടം. അമ്മയുടെ കാണണോ? നോക്ക്, വേണ്ട, അമ്മ ഇപ്പൊ തന്നെ മുങ്ങിയിട്ടുണ്ടാവും. അമ്മ എവിടെ? ലേഖാജി, ഹലോ ലേഖാജി എന്തേ? മൈക്ക് മ്യൂട്ടാണ്. മൈക്ക് മ്യൂട്ടാണ്. ആ മൈക്ക് മ്യൂട്ടാണ്. ബ്രില്യന്റിലുണ്ടായിരുന്നാണ്. അയ്യോ കണ്ടില്ല. Yes, sir. എങ്ങനെയുണ്ട്? വരച്ച Green കാണിക്കാൻ light. ബുദ്ധിമുട്ടില്ലല്ലോ? പാലയിലായിരുന്നോ? അതെ, ഓക്കെ ഓക്കെ. ഏത് ഹോസ്റ്റല്? മേരി ഗോൾഡ്. ഓക്കെ, എന്റെ മോള് പേളിലുണ്ടായിരുന്നു. പേളിലുണ്ടായിരുന്നു. ഉം. ഓക്കെ, ലേഖാജി റിപ്പീറ്റ്. വരച്ചത് എങ്ങനെയുണ്ട്? സാർ ഇല്ല സാർ, ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് സാറിന് കാണിച്ചു തരാം. ഇപ്പോൾ prepared അല്ല. ശരി ശരി, അങ്ങനെ ആയിക്കോട്ടെ. കാര്യം പിടുത്തം കിട്ടിയില്ല, മനസ്സിലാകാത്തോണ്ടല്ലോ. കുറച്ചുകൂടി ക്ലാരിറ്റി വേണോ? അല്ല, എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ശരി കിട്ടാനുണ്ട്. ശരി, ഞാൻ സാറിനോട് വിൽ ചോദിച്ചിട്ട് ഡിസ്കസ്, ഞാൻ വിൽ പ്രിപ്പയർ ഡിസ്കസ്. ചെയ്തിട്ട് ഓക്കെ ഓക്കെ കാണിച്ചു ഓക്കെ, തരാം. ശരി. ഗീതികയുടേത് കറക്റ്റ് അല്ലേ വരച്ചത്? ഉം. ഗീതികയുടേത് കണ്ടത് കറക്റ്റ് ആണോ? ഗീതിക മോളുടേത് കണ്ടത് ഓക്കെ ആണോ ലേഖാജി? ഓക്കെ, ബാക്കി എന്നോടാണോ 5 സാർ? ആ അതെ അതെ, ഗീതിക ലേഖാജിയോടാ. ഗീതികയുടെ കണ്ടോ? മോളുടെ കണ്ടോ? സാർ ക്ലിയർ ആയി. മോളുടെ കണ്ടോ? കേട്ടു. മോളുടേത് കണ്ടോ? ക്ലിയർ ആയിട്ട് കണ്ടില്ല സാർ. ക്ലിയർ ആയിട്ട് അതൊന്ന് കണ്ടില്ല. വാട്സാപ്പ് ചെയ്ത് ഞാൻ കൊടുക്കണം കേട്ടോ മോനെ. ക്ലിയർ അമ്മയ്ക്ക് ആയിട്ട് ഒന്ന് കണ്ടില്ല. വാട്സാപ്പ് ചെയ്ത് കൊടുക്കും. ശരി ശരി. നെറ്റ്വർക്ക് പ്രോബ്ലം Yes, എന്റേതാണോ sir. സൈസർ? എന്റെ നെറ്റ്വർക്ക് സ്റ്റേബിൾ ആണോ? ഇല്ല സാറുടെ ഓക്കെ ആണ്. ഓക്കെ ആണ്, ഓക്കെ ആണ്. അപ്പൊ അവിടെ ആയിരിക്കും. അപ്പോ ഇതാണ് ഗോൾ സെറ്റിംഗ്. 5-ാം ദിനത്തിൽ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു. ഇനി കാര്യങ്ങൾ സ്പീഡാവും. ഒരു ചാർട്ട് പേപ്പർ എല്ലാവരും മേടിച്ചു വെക്കൂ. കരിയർ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ ഇന്ന് തന്നെ PDF അയക്കും, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കൂ. നമുക്ക് പേഴ്സണലി സംസാരിക്കാം, നാളെ ഗ്രൂപ്പിലും സംസാരിക്കാം. ക്ലിയർ ചെയ്യും, കരിയർ ഫിക്സ് ചെയ്യും. ബാക്കി ഗോൾസിനെ പറ്റി നമ്മൾ വിശദമായി സംസാരിക്കും. എങ്ങനെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താം, എങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാം, എങ്ങനെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാം, എങ്ങനെ വെൽത്ത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാം, എങ്ങനെ മാനസികമായി സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ളതും സോഷ്യൽ ആയിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ളതും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട്. പക്ഷെ നമ്മൾ എവിടെ നിൽക്കണമെന്ന് അറിയണം. ഇപ്പൊ ദാ ലിസി ടീച്ചർ ടെക്സ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു 3 കാര്യങ്ങളിൽ ഐ എം ഓക്കെ. എനിക്ക് 8 മാർക്ക് 3 എണ്ണത്തിനും ഉണ്ട്, 9 മാർക്ക് ബാക്കി 5 എണ്ണത്തിനും ഉണ്ട്. ഓ നല്ലതാന്നാ പറഞ്ഞത്, 8 മാർക്കാണ്. ശരി, താങ്ക് യു, കൺഗ്രാറ്റ്സ്. അപ്പോ നമുക്ക് നോക്കാം. സോ നാളെ നമുക്ക് വിശദമായ മറ്റു ചർച്ചകളിലേക്ക് പോകാം. സോറി 6 മിനിറ്റ്. ജോസ്കുര്യൻ സാർ പറഞ്ഞോളൂ. തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ വീഡിയോ ഒന്ന് ഇട്ട് കൊടുത്തോ സാർ? എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് സാർ, 2 ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല ഏറെ പ്രയോജനപ്പെടുന്നതാണെന്ന് തോന്നി. ഓക്കെ, താങ്ക് യു. തീർച്ചയായും സൈസാറല്ലേ ഇട്ടിരുന്നത്? സൈസാറെ ഇട്ടിട്ടുണ്ട്. ശരി, താങ്ക് യു. അപ്പൊ എല്ലാവരും ഇതാണ് പ്രധാനമായിട്ടുള്ള ഗോൾ. ഇതുപോലൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരാള് ഇനി മരിച്ചവരിലില്ല, ജീവിക്കുന്നവരിലില്ല, സഹായിക്കുന്ന ഒരാൾ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യലാണ്. ഇത്രയും സമയം എടുത്ത് ചെയ്തതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. സ്മിതാജി സെറ്റായോ? വരച്ചത് എങ്ങനെയുണ്ട് സ്മിത? സുനിൽ സാറേ വരച്ചത് സാറേ ഞാൻ കാണിക്കാം സാറിന്. വേണ്ട വേണ്ട, എന്നെ കാണിച്ചാൽ മതി നാളെ. ശരി, അപ്പൊ എവിടെയാണ് അഞ്ജു? വണ്ടർലയുടെ ഏതോ റൈഡ് പോലെയാണോ? എങ്ങനെയുള്ളത് അഞ്ജുവേ? കേൾക്കുന്നുണ്ട് സർ. എങ്ങനെയുണ്ട് ഷേപ്പ്? എന്ത് നിങ്ങളുടെ റൈഡ് ഏത് റൈഡ് പോലെയാണ്? ഇതിപ്പം റീകോയില് പോലെയായി. അപ്പൊ പിടുത്തം കിട്ടിയല്ല.
കിട്ടി. കേട്ടി. ശരി. അപ്പോ റെനു ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു മെസ്സേജ് കൂടി പരീത് കുഞ്ഞ് സാർ ഇട്ടിട്ടുണ്ട്. മോൾക്ക് 674 മാർക്ക് ഈ പ്രാവശ്യം ബ്രില്യൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗീതിക മോൾക്ക് വേണ്ടിയിട്ടാണ് ഇട്ടത് കേട്ടോ. ഗീതിക നോക്കിക്കോളൂ, മോൾ അവിടെയാ പഠിച്ചത്, അവിടുത്തെ മാർക്ക് ഇതാണ് കേട്ടോ, സ്കോർ ഇതാണ്. അപ്പൊ എങ്ങനെ നേടി എന്നുള്ളതൊക്കെ നമുക്ക് ആ മോളെ വിളിച്ച് സംസാരിക്കാം. ആ ബാപ്പയോട് സംസാരിക്കുകയൊക്കെ ഏറ്റവും നല്ലത്. അപ്പൊ അതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആവും. താങ്ക് യു സോ മച്ച്. ആന്റണി, നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. പോയത് പോട്ടെ, എക്സാം ഇത്തിരി വിഷമമായിരുന്നു എന്ന് അറിഞ്ഞു. നോ പ്രോബ്ലം, നമുക്ക് ഇന്ന് സംസാരിക്കാം. ഡൽഹിയിലേക്ക് ഞാൻ വിളിക്കാം. താങ്ക് യു. ആന്റണി ഓക്കെ അല്ലേ? ഹാപ്പി. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. റെഡി? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ ആന്റണി? സെറ്റാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. നാളെ നമുക്ക് പുതിയ വിശേഷം കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.